വിപ്ലവത്തിന്റെ ചുവപ്പ് ബാഡ്ജുകൾക്ക് പകരം വിശ്വാസത്തിന്റെ സാംസ്കാരിക വഴികളിലൂടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഞ്ചരിക്കുന്നത് സിപിഎമ്മിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ ക്ഷേത്രദർശനം നടത്തിയതിന് പിന്നാലെ പാർട്ടിയിലെ കരുത്തനായ നേതാവ് പി ജയരാജൻ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെത്തിയത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. കണ്ണൂരിലെ ചെന്താരകം എന്നറിയപ്പെടുന്ന ജയരാജന്റെ ഈ യാത്ര കേവലം ഒരു സന്ദർശനമാണോ അതോ പാർട്ടിയുടെ മാറിയ ചിന്താഗതിയുടെ സൂചനയാണോ എന്നാണ് ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ജയരാജൻ കൊടുങ്ങല്ലൂർ കാവിലെത്തിയത്. അരമണിക്കൂറിലധികം ക്ഷേത്ര സങ്കേതത്തിൽ ചെലവഴിച്ച അദ്ദേഹം കോഴിക്കല്ലും വസൂരിമാല പ്രതിഷ്ഠയുമെല്ലാം നേരിൽ കണ്ട് മനസ്സിലാക്കി. ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ചുവെങ്കിലും തൊഴുതില്ലെന്നത് ഭക്തിയല്ല, മറിച്ച് പഠനമാണ് ലക്ഷ്യമെന്ന അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന് ബലം നൽകുന്നു. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന തന്റെ പുതിയ പുസ്തകത്തിന്റെ രചനയുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനമെന്നാണ് പി ജയരാജന്റെ ഔദ്യോഗിക വിശദീകരണം. ആരാധനാലയങ്ങളെ മാറ്റി നിർത്തി കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം പഠിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ജയരാജൻ ഇത്തരം സാംസ്കാരിക പഠനങ്ങളിലേക്ക് തിരിഞ്ഞത് പാർട്ടിക്കുള്ളിലെ അതൃപ്തിയുടെ പ്രതിഫലനമാണെന്നും വ്യാഖ്യാനമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പി ജയരാജന് സീറ്റ് നൽകാതിരുന്നത് വലിയ വിവാദമായിരുന്നു. ജയരാജൻ അനുകൂലികൾ ഇതിൽ പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭൂരിപക്ഷ വോട്ടുകൾ അകലുന്നത് തടയാൻ നേതാക്കൾ തന്നെ മുൻകൈയെടുക്കുന്നു എന്ന സൂചനയാണ് ജയരാജന്റെ യാത്ര നൽകുന്നത്. പി ജയരാജന്റെ കൊടുങ്ങല്ലൂർ സന്ദർശനം സിപിഎം നേതൃത്വം ഔദ്യോഗികമായി പ്രശ്നമാക്കില്ലെന്നാണ് സൂചന. മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂരിൽ പോയപ്പോൾ വിവാദമായിരുന്നു. ഖാദി ബോർഡ് ചെയർമാൻ എന്ന നിലയിലും മുതിർന്ന നേതാവ് എന്ന നിലയിലും ജയരാജനെതിരെ അച്ചടക്ക നടപടിയെടുത്താൽ അത് തിരിച്ചടിയായ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കൂടുതൽ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് നേതൃത്വം ഭയക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം വിശ്വാസികളെ സ്വാധീനിക്കുന്ന പശ്ചാത്തലത്തിൽ ആ വേദി RSSന് വിട്ടുകൊടുക്കാതെ പിടിച്ചെടുക്കാനുള്ള തന്ത്രമാണ് ജയരാജൻ പയറ്റുന്നത് എന്നും വിലയിരുത്തലുണ്ട്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം ചിന്താ പബ്ലിക്കേഷൻസ് തന്നെയാണ് പുറത്തിറക്കുന്നത് എന്നത് പാർട്ടി ഇതിന് മൗനാനുവാദം നൽകിയതിന്റെ തെളിവാണ്. വിശ്വാസികളെ ചേർത്തു പിടിക്കാതെ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന തിരിച്ചറിവിലാണ് ചെന്താരകം വഴിമാറി സഞ്ചരിക്കുന്നത്. TK ഹംസയെ പോലുള്ള നേതാക്കൾ പാർട്ടി ബംഗാൾ മോഡലിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ജയരാജന്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. താനൊരു ഭക്തനായി മാറിയെന്ന് പ്രചരിപ്പിക്കുന്നവരോട് സഹതാപമേ ഉള്ളൂ എന്നാണ് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അജ്മീർ ദർഗയിലും സുവർണക്ഷേത്രത്തിലും പോയതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂർ യാത്രയെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വന്ന ഈ ക്ഷേത്ര സന്ദർശന രാഷ്ട്രീയത്തെ ലളിതമായി കാണാൻ രാഷ്ട്രീയ കേരളം തയ്യാറല്ല. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ രചനയിലാണ് ഞാനിപ്പോൾ. ആ പുസ്തകത്തിലെ ഒരു അധ്യായം ബ്രാഹ്മണീയമല്ലാത്ത ആചാരരീതികൾ ഇപ്പോഴും നിലനിൽക്കുന്ന ആരാധനാലയങ്ങളെക്കുറിച്ചാണ്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ കാവ്. കഴിഞ്ഞ ദിവസം ഒരു കോടതി ആവശ്യത്തിനായി കൊച്ചിയിലേക്ക് പോകുന്നതിനിടെ യാദൃശ്ചികമായി കൊടുങ്ങല്ലൂരിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തുകയുണ്ടായി. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് പഠനങ്ങളിലൂടെയും വായനകളിലൂടെയും നാട്ടനുഭവങ്ങളിലൂടെയും പല കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിലും നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ അവിടെ നേരിട്ട് പോയി എല്ലാം കാണണമെന്ന് തീരുമാനിച്ചു. കൊടുങ്ങല്ലൂർ കാവിലെ കോഴിക്കല്ല്, തവിട്ടുമുത്തി, വസൂരിമാല പ്രതിഷ്ഠ എന്നിവ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെയല്ല. അവയ്ക്കെല്ലാം സവിശേഷമായ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലമുണ്ട്. നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടവയാണവ. VT ഇന്ദുചൂടൻ കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേര് തന്നെ സീക്രട്ട് ചേംബർ എന്നതാണ്. ആ രഹസ്യ അറയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്താണ്, ജനവിശ്വാസങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊരു ചരിത്രാന്വേഷണ താല്പര്യമുള്ളയാൾക്കും കൗതുകമുണർത്തുന്ന വിഷയങ്ങളാണ്. കാവിനകത്ത് പ്രവേശിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന ക്ഷേത്ര ജീവനക്കാരോടും സുഹൃത്തുക്കളോടും ഇത് സംബന്ധിച്ച് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. ചിലർ പറഞ്ഞ കാര്യങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്തു. അതുതന്നെയാണ് ഇത്തരം ഇടങ്ങളുടെ സവിശേഷത. ചരിത്രം, വിശ്വാസം, ജനകഥ, അനുഭവം എന്നിവ പരസ്പരം കലർന്ന ഒരു സാംസ്കാരിക ഭൂമിക. ഇങ്ങനെ ലഭിച്ച അറിവുകളും നിരീക്ഷണങ്ങളും സ്വാഭാവികമായും ഈ മാസം അവസാനം പുറത്തിറങ്ങുന്ന പുസ്തകത്തിന്റെ ഭാഗമാകുകയും ചെയ്യും. ഇതിവിടെ പറയാൻ കാരണമായത് ജനം TV എന്ന ചാനലിൽ ഞാൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രദർശനം നടത്തിയെന്ന രീതിയിൽ ഒരു വാർത്ത വന്നതായി ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയ സന്ദർശനം നിഷിദ്ധമാണെന്ന് ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കണം. കൊടുങ്ങല്ലൂർ കാവിൽ മാത്രമല്ല, കേരളത്തിലെ പ്രസിദ്ധവും അത്ര പ്രസിദ്ധമല്ലാത്തതുമായ അനേകം ആരാധനാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്. പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഭക്തിപ്രകടനമായല്ല, സമൂഹത്തെയും ചരിത്രത്തെയും ജനവിശ്വാസങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സമൂഹത്തെ അതിന്റെ സങ്കീർണതകളോടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രീതി. ഭക്തിയെയും ആരാധനാലയങ്ങളെയും RSS എങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഞാൻ. എന്റെ ഇതുവരെയുള്ള രചനകളിലും പ്രസംഗങ്ങളിലും ജീവിതാനുഭവങ്ങളിലും അതിന്റെ തെളിവുകൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിയും തുടരും. കൊടുങ്ങല്ലൂർ കാവിൽ പോയതുകൊണ്ട് ഞാനൊരു ഭക്തനായി മാറിയെന്നോ ആരാധനാലയങ്ങളെ മാറ്റി നിർത്തിയാലേ ഈ നാടിന്റെ സാമൂഹ്യ ചരിത്രം പഠിക്കാൻ കഴിയൂ എന്നോ ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് സഹതാപമേ ഉള്ളൂ. നമുക്കിനിയും പൊതുയിടങ്ങളിലും ആരാധനാലയങ്ങളിലും ചരിത്ര സ്മാരകങ്ങളിലും കണ്ടുമുട്ടാം.
സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകം ഈ മാസം അവസാനം പ്രകാശനം ചെയ്യാനിരിക്കുകയാണ്. ചിന്ത പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. എന്റെ ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മറുപടി ആ പുസ്തകം തന്നെയായിരിക്കും എന്ന് സംഘികളോടും സംഘി മനസ്സുള്ള മാധ്യമങ്ങളോടും പറഞ്ഞു വെക്കട്ടെ.